സുഹൃത്തുക്കളെ, ഇന്നത്തെ സമൂഹത്തിൽ ശരിക്കും പറഞ്ഞാൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇതൊരു നമ്മളും ഇതിനെക്കുറിച്ച് വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണല്ലേ. ഇത് കഴിഞ്ഞ ദിവസം ഞാനൊരു ന്യൂസിൽ കണ്ടതാണ്. നിങ്ങൾ കുറച്ച് പേരെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു പെണ്ണ്, ഷീസ് യൂട്യൂബ്, അതെ, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ്. ഇവിടെ അല്ല കേട്ടോ, വെളിയിലുള്ള ആളാണ്. ഷോയൂൻ എന്നാണ് അവളുടെ പേര്. സോ അവള് കുട്ടിയെ, കുഞ്ഞിക്കുട്ടിയുണ്ട്. സോ കുട്ടിയെ ഒരു ലഹങ്ക ഇട്ടിട്ട് കുട്ടിയെ പാല് കൊടുത്തുകൊണ്ട് മുല കൂട്ടിക്കൊണ്ട് വെളിയിൽ സിറ്റ് ഔട്ടിലാണോ അതിൻ്റെ പുറത്ത്, വീടിൻ്റെ പുറത്തായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. അതായത് ഇറ്റ്സ് ലൈക്ക് എ പബ്ലിക് പ്ലേസ്, മീൻസ് റോഡിൻ്റെ അടുത്തായിട്ട് ഇങ്ങനെ ഇരുന്ന് മുല കൂട്ടുന്ന കണ്ടപ്പോൾ അവളുടെ ഹസ്ബൻഡിന് ഭയങ്കര ക്യൂട്ടായി തോന്നിയപ്പോഴേക്കും ഒരു ഫോട്ടോ എടുത്തിട്ട് അത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു. അതിന് പുറകെ ഒരുപാട് പേര് കമൻസുമായിട്ട് വന്നു, ഇങ്ങനെ പബ്ലിക് പ്ലേസിൽ ഇരുന്നത് കാണിക്കേണ്ട ആവശ്യമുണ്ടോ. പറഞ്ഞു വന്നപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ഇതിന് മുമ്പിൽ, കുറെ കാലം മുമ്പിൽ ഏതോ ഒരു മാഗസിൻ്റെ ഫ്രണ്ടിൽ ഒരു പെണ്ണ് കുട്ടിയെ മുലയൂട്ടുന്നത് ഓപ്പൺ ആയിട്ടിരുന്നിട്ട് അങ്ങനെ ഒരു ഫേസ് വന്നു എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ അതിനെക്കുറിച്ച് ഭയങ്കര കോൺട്രവേഴ്സി ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. സോ അതേപോലെ തന്നെയാണ് ഇതും. ഈ പെണ്ണിൻ്റേത് ഒരുപാട് വൈറലായി ആൻഡ് എല്ലാവരും നെഗറ്റീവായി. അവൾ തന്നെ വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ അവൾ തന്നെ പറഞ്ഞു, ഞാൻ ഈ കുഞ്ഞിന് പബ്ലിക് പ്ലേസിലിരുന്ന് പാല് കൊടുക്കുന്നു എന്നുള്ളതിന് ഒരുപാട് വിമർശനങ്ങൾ, ഞാൻ ഒരുപാട് പേരെന്നെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ചില സമയത്ത് റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് നമ്മൾ കഴിക്കുന്ന ടൈമിൽ കുഞ്ഞ് കരയുന്നു, അപ്പോൾ അതിന് പാല് കൊടുക്കുന്നു. പാല് കൊടുക്കുമ്പോൾ കുറേ ആളുകൾ വന്നിട്ട് അടുത്ത് പബ്ലിക് ഡയറക്റ്റായിട്ട് ചോദിക്കണോ, അത്രേ, നിനക്ക് ഇത്ര ആളുകളുടെ മുമ്പിൽ ഇരുന്നിട്ട് ഇങ്ങനെ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ, എവിടെയെങ്കിലും സീക്രട്ട് ആയിട്ട് പോയിരുന്നു കൊടുത്തൂടെ എന്ന് ചോദിക്കണോ. അപ്പോൾ അവൾ പറയാ, റെസ്റ്റോറൻറ്റിൽ എൻ്റെ വയറ് നിറയാൻ ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കുഞ്ഞിന് ഞാൻ ഫുഡ് കൊടുക്കുന്നത് അതെങ്ങനെ മറ്റുള്ളവർക്ക് അതൊരു കുറ്റമായ പ്രവൃത്തിയാകും എന്ന് അവൾക്ക് തന്നെ ഒരു ഫീൽ വന്നു. അല്ലെങ്കിൽ ആൾക്കാർ എന്തിനാണ് ഇത്ര മോശമായിട്ട് ചിന്തിക്കുന്നത്? അതെന്താ പറഞ്ഞാൽ, നമ്മുടെ ഇപ്പോൾ പണ്ട് കാലം തൊട്ടേ മാറി മറയ്ക്കുക, അതിന് മുമ്പിലൊക്കെ ആളുകൾ ഓപ്പണായാണ് നടന്നുകൊണ്ടിരുന്നത്. അതൊക്കെ നമ്മൾ ഹിസ്റ്ററിയിൽ കണ്ടിട്ടുള്ളതാണ്. അതിനുശേഷം അത് ഒളിച്ചു വെക്കേണ്ടതാണ്, അത് വെളിയിൽ കാണാനേ പാടില്ലാത്തതാണ് എന്നൊരു ചിന്ത എല്ലാവരിലും വന്നു. അത് ഓക്കെ, ഫൈൻ. പക്ഷെ അതിനുശേഷം ഈ കുട്ടി എന്ന് പറയുന്നത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഇഷ്ടമില്ലാത്ത ആളുകളില്ല. ആ കുട്ടിക്ക്, ആ കുഞ്ഞിന് വിശക്കുമ്പോൾ അതിന് ഫുഡ് അതിൻ്റെ അമ്മ കൊടുക്കുമ്പോൾ അത് വേറൊരു രീതിയിൽ നോക്കുന്ന നമ്മുടെ കണ്ണിലല്ലേ ശരിക്കും പറഞ്ഞാൽ കുറ്റം പറയേണ്ടത്. ഇപ്പം നമ്മൾ കാണുന്നുണ്ട്, ഇപ്പോൾ മോളിലാണെങ്കിൽ അല്ലെങ്കിൽ എവിടെ പോയാലും അവിടെ ഫീഡിങ് റൂം എന്ന് പറഞ്ഞിട്ടൊരു സ്പെഷ്യലായിട്ട് റൂം വെച്ചിരിക്കുകയാണ്. കാരണം അതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. അതിന് ഒരാളോ രണ്ടുപേരോ നേരെ ആയതുകൊണ്ടൊന്നും കാര്യമില്ലല്ലോ. എല്ലാവരുടെയും മെൻറ്റാലിറ്റി മാറണം. ഇപ്പം ഞാൻ പറഞ്ഞത് ഷോയൂൺ എന്ന് ഞാൻ പറഞ്ഞു, അത് നടന്നത് ഇവിടെയല്ല, നമ്മളുടെ ഇന്ത്യക്ക് വെളിയിലുള്ള ഒരു കൺട്രിയിൽ നടന്ന കാര്യമാണ്. സോ അവിടെയും ഇവിടെയും വലിയ വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല എന്ന് കൂടെയാണ് ഞാൻ പറയുന്നത്. സോ ഓൺലി ഇന്ത്യക്കാരാണ്, ഓൺലി മലയാളികളാണ് ഇങ്ങനെ ചിന്തിക്കുന്നതെന്നല്ല. മനുഷ്യനായിട്ടുള്ള ഒരുമാതിരി എല്ലാവരും ഇതേ രീതിയിൽ ചിന്തിക്കുന്നവരാണ്. പക്ഷെ നമ്മൾ എല്ലാവരും ഒരു പ്രാവശ്യം ഒന്നിങ്ങനെ ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവും അല്ലേ. ശരിക്കും ആ കുഞ്ഞിന് വിശന്ന് കരയുമ്പോൾ അമ്മ ഓടുകയാണ്, ഞാൻ എങ്ങോട്ടാണ് പോകേണ്ടത്, കുഞ്ഞിന് അതിൻ്റെ വിശപ്പ് മാറ്റാൻ വേണ്ടിയിട്ട് എവിടെങ്കിലും പോയി ഞാൻ ഒളിച്ചിരുന്ന് അതിന് ഫുഡ് കൊടുക്കേണ്ട അവസ്ഥയാണ് അല്ലേ. നമ്മൾ എപ്പോഴും അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടേ ഇല്ല. എവിടെങ്കിലും, ഈവൻ ഞാൻ ഉൾപ്പെടെയുള്ളവർ അങ്ങനെ എപ്പോഴും എവിടെങ്കിലും ഒരു ഹൈഡ് ചെയ്ത് അല്ലെങ്കിൽ ആരും അറിയാണ്ട് അല്ലെങ്കിൽ ആരും കാണാണ്ട് ഇരുന്ന് കൊടുത്തിട്ടുള്ള ആളുകൾ തന്നെയാണ് നമ്മളെല്ലാവരും. ഇപ്പം കൂടെ ഈ ഇക്വാലിറ്റി ഒക്കെ പറയുന്ന ഈ ടൈമിലും കൂടെ ആളുകളെല്ലാം അതേ രീതിയിൽ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പെണ്ണുങ്ങൾ, ഫെമിനിസ്റ്റുകൾ ആരായാലും ചെയ്യുന്ന അതാണ്. പബ്ലിക്കായിട്ട് എത്ര പേര് ചെയ്യുന്നുണ്ടാവും? നമുക്ക് വിരലിൽ എണ്ണാവുന്ന ആളുകളായിരിക്കും അത് ചെയ്യുന്നത്. അതെന്താ പറഞ്ഞാൽ ഇങ്ങനെ ആൾക്കാർ നോക്കുന്നറിയാം. നോക്കുമ്പോൾ അതിനെ നേരിടാനുള്ള ധൈര്യമുള്ളവർ. കാരണം മിക്കവർക്കും ആ ധൈര്യം ഇല്ല. നമ്മൾ ഒക്കെ ഉള്ള ഒരു സൊസൈറ്റി എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു സൊസൈറ്റിയാണ്. ഈവൻ ഞാൻ പോലും ഇതിനെക്കുറിച്ച് ഇത്രയൊന്നും ആലോചിച്ചിട്ടില്ല കേട്ടോ. കൊടുക്കുമ്പോഴേക്കും ആ കൊടുക്കട്ടെ, എവിടെ ഇരിക്കട്ടെ. പക്ഷെ അത് ശരിക്കും ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ്. എന്നുവെച്ചാൽ പബ്ലിക്കായിട്ട് പോയി ഇരിക്കുമ്പോൾ അവിടെ പബ്ലിക്കായിട്ടൊന്ന് കൊടുക്കാനുള്ള ധൈര്യം വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഫുള്ള് കാഴ്ചപ്പാടെന്നുള്ളത് മാറണം.
എല്ലാ ആളുകളും അതൊരു കോമൺ തിങ് ആണ്. അതിനെന്താണ്, ആ കുഞ്ഞിന് വിശക്കുന്നു, അതിൻ്റെ അമ്മ ഫുഡ് കൊടുക്കുന്നു, അങ്ങനെയുള്ള രീതിയിൽ കാണാണ്ട് അരേ ഇത് ഒളിച്ചു വെക്കേണ്ട ഏതോ ഒരു പാട്ടിനെ എടുത്ത് വെളിയിൽ കാണിക്കുന്നു എന്നുള്ള രീതിയിലാണ് ആളുകൾ ചിന്തിക്കുന്നത്. ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും, ആണുങ്ങളെ മാത്രം ഞാൻ പറയില്ല, ഈവൻ പെണ്ണുങ്ങളായാലും അങ്ങനെ തന്നെ ചിന്തിക്കും. പഴയ അമ്മമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ നിനക്കൊന്ന് നാണല്ലേ ഇങ്ങനെ ഇരിക്കാൻ എന്നുള്ള രീതിയിൽ സംസാരിക്കും. അതേ ഈ ആളുകൾ തന്നെ, ഈ അമ്മമ്മമാരൊക്കെ തന്നെ പണ്ട് ബ്ലൗസും ചെറിയ മുണ്ടും കൊടുത്ത് വയറ് കാണിച്ചുകൊണ്ട് നടന്ന ആളുകളാണെന്നും കൂടെ ഉള്ള കാര്യം നമ്മൾ ഓർക്കേണ്ടതാണ്. അപ്പോൾ അവരങ്ങനെ ചെയ്യുന്നത് കുറ്റം. പക്ഷേ ഇപ്പോൾ ഉള്ള പെൺകുട്ടികൾ ബിക്കിനി മാതിരിയുള്ള ഡ്രസ്സ് ഇട്ട് വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഫോട്ടോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കുറ്റം. ശരിക്കും ആ പഴയ ജനറേഷനെ തന്നെ അവർ ഒന്ന് മോഡിഫൈ ചെയ്ത് വേറൊരു രീതിയിലാക്കിയതേ ഉള്ളൂ. അന്ന് മുണ്ടും ബ്ലൗസും ഇട്ടിരുന്നെങ്കിൽ ഇപ്പോൾ ബിക്കിനി സ്റ്റൈലിലുള്ള ഡ്രസ്സസ് ആണെന്ന് മാത്രമേ ഉള്ളൂ. ഓൾമോസ്റ്റ് സെയിം തന്നെ അല്ലേ നമ്മൾ ആലോചിച്ച് വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താ പറഞ്ഞാൽ, ഇപ്പം എനിക്കോ അല്ലെങ്കിൽ 2 പേരോ 10 പേരോ ശ്രമിച്ചാൽ മാറാനൊന്നും പറ്റില്ല. മെല്ലെ മെല്ലെ ആണെങ്കിലും ഇപ്പോഴത്തെ ഈ ന്യൂ ജനറേഷൻ കുട്ടികൾ അതിലേക്കൊക്കെ കറേജ്, നല്ല ധൈര്യം കാണിച്ച് വരുന്നുണ്ട്. അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സന്തോഷമാണ്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന് മാറേണ്ടത് തന്നെയാണല്ലേ.